ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു പരിഹാരമാണിന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള പണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും വന്ന പണം അനാവശ്യമായി ചെലവായി പോകാതെ നമ്മളിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, വീട്ടിലെ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാനും ഈ ഒരു പരിഹാരത്തിന് കഴിയും. അതിലൂടെ ലക്ഷ്മി കടാക്ഷം വീട്ടിൽ വർദ്ധിക്കുകയും ചെയ്യും. ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് ഒരു മൺചിരാതെടുത്ത് അതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് 3 അല്ലെങ്കിൽ 5 ഗ്രാമ്പു ഇടണം. പിന്നെ 2-3 തുണ്ട് പച്ചക്കർപ്പൂരം ഇടണം. ഇതെല്ലാം കൂടെ നമ്മൾ കത്തിക്കണം. കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മൺചിരാതെടുത്ത് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഹനുമാൻ സ്വാമിയെ വിചാരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമജയം എന്നാണ്. ശ്രീരാമജയം, 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 ശ്രീരാമജയം. നമ്മൾ കത്തിക്കുന്ന ഗ്രാമ്പു കത്തിച്ചാമ്പലാകുന്നത് വരെ നമ്മൾ ഈ ഒരു നാമം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് ഒരു മൺചിരാതെടുക്കാം. അതിലേക്ക് കുറച്ച് കുന്നിക്കുരു എടുക്കാം. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് കുന്നിക്കുരു. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ തടയാനുള്ള കഴിവ് കുന്നിക്കുരുവിനുണ്ട്. കുന്നിക്കുരു നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത് വഴി പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഐശ്വര്യവും നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി ഈ 2 ചിരാതും നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിലുള്ള എല്ലാത്തരം ചിന്തകളും ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ മനസ്സ് ശുദ്ധമായി, നമ്മുടെ മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാതായി എന്ന് നമ്മൾ സങ്കല്പിച്ച് അത് ഫീൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഏതെങ്കിലും മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അത് ജപിക്കാം. മന്ത്രങ്ങൾ അറിയാത്തവർ ഹനുമാൻ ചാലീസ വിശ്വാസത്തോടെ ചൊല്ലിയാൽ മതി. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം വിശ്വാസത്തോടെ ആ ചിരാതിൽ നിന്ന് കുറച്ച് കരിയെടുത്ത് നമ്മുടെ നെറ്റിയിൽ തൊടണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണസംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ഇനി നമ്മൾ പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്ന കുന്നിക്കുരുവിൽ കുറച്ചെടുത്ത് നമ്മുടെ പൂജാമുറിയിൽ വെക്കാം. ഇനി അതിൽ നിന്ന് 2-3 എണ്ണം വെച്ച് നമ്മുടെ പേഴ്സിൽ, അതേപോലെ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ബോക്സിൽ, സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുന്ന ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ, നമ്മുടെ വീട്ടിലെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഫയലിനകത്തൊക്കെ ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണം നമ്മളിലേക്ക് ധാരാളമായി വന്നു ചേരുമെന്നും അനാവശ്യ ചെലവുകളിലൂടെ പണം നഷ്ടപ്പെടാതിരിക്കുമെന്നും നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുമെന്നുമാണ് വിശ്വാസം. ഈ പരിഹാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.